പ്രവാചകന്റെ മുഖത്ത് തുപ്പിയ ചരിത്രങ്ങളുണ്ട്. പുണ്യശിരസിലേക്ക് ഏറെ ഭാരമുള്ള ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല എറിഞ്ഞിട്ടുണ്ട് ജാഹിലിയങ്ങൾ. ആ നിഷ്കളങ്കനായ മനുഷ്യന്റെ ശരീരത്തിലേക്ക് വേസ്റ്റുകൾ തട്ടിയ ചരിത്രങ്ങളുണ്ട്. ഒരിക്കലും ഉമ്മാന്റെ നാട്ടിൽ പോയപ്പോഴാ തെരുവു പിള്ളേരെ കൊണ്ട് കല്ല് പെറുക്കി എറിഞ്ഞിട്ട് അറ്റലായ റസൂലോരെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ വീഴുകയാണ്. നീറ് പുകഞ്ഞ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയാണ്, നബിയെ ഒരു വാക്ക് പറ, ഇവരെ മുഴുവൻ ഞാൻ തകർത്തേക്കാം. അങ്ങയുടെ ശരീരം ഇത്രയേറെ വേദനിപ്പിച്ച ഇവരെ ഒരു വാക്ക് പറ നബിയെ, ഇപ്പോൾ തന്നെ തീർത്തേക്കാം. വേണ്ട ജിബ്രീലെ, വേണ്ട ജിബ്രീലെ, അറിവില്ലാത്തവരല്ലേ, ഇവരുടെ തലമുറയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ? വേണ്ട ജിബ്രീലെ. നബിയെ, അങ്ങയുടെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാൽ ഞാൻ പിന്നെ അനുവാദം ചോദിക്കൂല. അങ്ങയുടെ ശരീരത്തിൽ നിന്നൊരു തുള്ളി രക്തം ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അനുവാദം ചോദിക്കാൻ നിൽക്കൂല നബിയെ, ഞാൻ എൻ്റെ പണി തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ തുണിയെടുത്തിട്ട് രക്തം താഴെ വീഴാതെ തുടച്ചുകൊണ്ടിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അതാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ.